ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ജനനായകൻ്റെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5,90,00,000 രൂപയ്ക്കടുത്ത് നേടിയ ചിത്രം രണ്ടാം ദിനം ഇന്ന് 1,40,00,000 രൂപയോളമാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. വലിയ ഇടിവ് തന്നെയാണ്, നമ്മൾ പ്രതീക്ഷിച്ച ഇടിവ് തന്നെയാണ്. നാളെയും മറ്റന്നാളും ഇതിന് മുകളിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ന് 1,347ഓളം ഷോകളിൽ നിന്ന് 80,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,40,00,000 രൂപയോളമാണ് സിനിമയുടെ കേരള കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ഒരു ഇടിവുണ്ടെങ്കിൽ പോലും ഇന്ന് ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇന്നലെ ഫൈനലായിട്ട് വന്ന ട്രാക്ക്ഡ് കളക്ഷൻ 4,94,00,000 രൂപയാണ്. എന്താണേലും ആ ഒരു ട്രാക്കിംഗ് കളക്ഷനിൽ നമുക്കറിയാം പ്രീസെയിലൂടെ റെക്കോർഡുകൾ തൂക്കി തന്നെയാണ് സിനിമ മുന്നോട്ട് പോയത്. വമ്പൻ ബഡ്ജറ്റിൽ വന്ന വിജയുടെ ഈ ഒരു ചിത്രം നമുക്കറിയാം, വിജയുടെ അദ്ദേഹം അഭിനയിക്കുന്ന അവസാന ചിത്രം എന്ന പേരിലാണ് വന്നത്. പക്ഷേ ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമ വരുമെന്നുള്ള വിശ്വാസമാണ്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിപ്പുമാണ്. എന്തായാലും ആ ഒരു സിനിമയുടെ കളക്ഷൻ നമുക്കറിയാം, പല റിപ്പോർട്ടുകൾ, മിക്സഡ് റിപ്പോർട്ടും അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് വന്നതെങ്കിലും ഇന്നലെ 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരികയും തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ 30 കോടിക്ക് മുകളിലെത്തിയ സിനിമയ്ക്ക് ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് പ്രീസെയിലൂടെ മാത്രം 10 കോടിയോളമായിരുന്നു വന്നത്. കർണാടകത്തിൽ നിന്ന് ഇന്നലെ 10 കോടി കടന്ന ചിത്രം. അങ്ങനെ ആദ്യ ദിനം ഇതുവരെ പുറത്ത് വന്ന റിപ്പോർട്ടുകൾ പലതാണ്. ഇതുവരെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. 125 കോടി മുതൽ താഴോട്ടുള്ള കളക്ഷൻ പലപ്പോഴും പറയുന്നുണ്ട്, 128 കോടി പറയുന്നവരുണ്ട്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ 5,80,00,000 രൂപ സ്ഥിരീകരിച്ചതാണ്. അതുപോലെ തന്നെ കർണാടക ബോക്സ് ഓഫീസിൽ 11,57,00,000 രൂപയും സ്ഥിരീകരിച്ച കണക്കുകളാണ്. ഹിന്ദിയിൽ നിന്ന് 1,75,00,000 രൂപ സ്ഥിരീകരിച്ചപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 85 കോടി രൂപയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണേലും ഇന്ന് സിനിമയ്ക്ക് ഇടിവുണ്ട്. ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു 40-45 കോടിയോളമാണ്. തമിഴ്നാട്ടിൽ മികച്ച രീതിയിൽ കളക്ഷൻ തുടരുമ്പോൾ സിനിമയ്ക്ക് ബാക്കി എല്ലാ മേഖലകളിലും ഇടിവ് തന്നെ സംഭവിക്കുന്നുണ്ട്. ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് ഇന്നലെ വന്നത് 35 കോടിയോളം മാത്രമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 35 കോടി എന്ന് പറഞ്ഞാൽ പല സിനിമകളുടെയും ഇൻക്ലൂഡിങ് തമിഴ് സിനിമയുടെയും സ്വപ്നമാണ്, ഫൈനൽ കളക്ഷനാണ് ചിലതിൻ്റെയൊക്കെ. അപ്പം ജനനായകൻ, അതായത് നമ്മുടെ പ്രിയങ്കരനായ ചീഫ് മിനിസ്റ്റർ വിജയുടെ ചിത്രം ആ റേഞ്ചിലേക്ക് പോകുമ്പോൾ പലർക്കും അസൂയ മൂത്ത് അവർ പലപ്പോഴും ഡീഗ്രേഡ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഒരു സിനിമ ലീക്ഡ് ആയിരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു, ആവറേജ് റിവ്യൂസൊക്കെയാണ്. എന്നിരുന്നാൽ പോലും കളക്ഷൻ്റെ കാര്യത്തിൽ പോലും ഡീഗ്രേഡ് ചെയ്യാൻ ചില ചാനലുകാർ മുതിരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമ സൂപ്പർ മെഗാ ഹിറ്റ് ആകുമെന്ന ഉറപ്പാണ്. എന്താണെങ്കിലും 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 125 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാകുകയാണ്. എന്താണേലും ഈ വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ നല്ല ബ്ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സിനിമ 250 അല്ലെങ്കിൽ 240 കോടി റേഞ്ചിലേക്കൊക്കെ ഞായറാഴ്ചയോടെ സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾക്കും കാര്യങ്ങളും ആയിട്ട്. അപ്പോൾ കട്ട ഫാൻസ് ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളുമൊക്കെ തരിക. ഗ്രീൻ മീഡിയ.